മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 5-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഇന്ന് പറയണത്. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ഭൂമൻ മാനസബുദ്ധ്യഹൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വം ച ഏവാസൃജൽ ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസംസത് പുനസ്തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോജനിത്വദ്ബലാൽ. സൃഷ്ടി അല്ലെങ്കിൽ വികൃതി എന്ന് പറയാം. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞ ശ്ലോകത്തിൽ. ആ അഹങ്കാരതത്വത്തിൽ തന്നെ 3 സത്വരജസ് തമോ ഗുണങ്ങളുടെ ആധിക്യമനുസരിച്ചിട്ട് 3 തിരിഞ്ഞു മഹത്തത്വം. മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി. അഹങ്കാരതത്വം സത്വരജസ് തമോ ഗുണങ്ങളുടെ ആധിക്യം കൊണ്ട് 3 തിരിഞ്ഞു. സോഹംജ ത്രിഗുണക്രമൾ ത്രിവിധതാമാസാദ്യ 3 പിരിഞ്ഞിട്ട് അതിൽ സാത്വിക അംശത്തിൽ നിന്ന് 3 തിരിഞ്ഞിട്ട് അതിലുള്ളതായിട്ടുള്ള സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ദേവന്മാർ, ഇന്ദ്രിയമാനികളായിട്ടുള്ള ദേവന്മാരുണ്ടായി പറഞ്ഞു. അധിഷ്ഠാന ദേവതകൾ, ഇന്ദ്രിയങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളുടെയും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും അന്ധകരണത്തിൻ്റെയും, അന്ധകരണം എന്ന് പറഞ്ഞാൽ അതിൽ 4 വൃത്തികൾ അതിൽ പെട്ടു. അങ്ങനെയുള്ളതായിട്ടുള്ള ബുദ്ധി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇങ്ങനെയുള്ളതായിട്ടുള്ള ചതുർവിധമായിട്ടുള്ള അന്ധകരണത്തിൻ്റെ അധിഷ്ഠാന ദേവതകളും ഇതിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. ഏത് അഹങ്കാരത്തിലെ സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഇങ്ങനെ 4 ഉണ്ടായി എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 വിധത്തിൽ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ ഈ സാത്വിക അംശത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറഞ്ഞു. ഇനി അത് അഹങ്കാരത്തിൽ നിന്നുള്ളതായിട്ടുള്ള സൃഷ്ടി എങ്ങനെ ഉണ്ടായി, പിന്നീട് എന്തൊക്കെയാണ് അഹങ്കാരതത്വത്തിൽ അഹങ്കാരത്തിൽ നിന്ന് അഹങ്കാരം എന്നുള്ളതായിട്ടുള്ള തത്വം, അഹന്തത്വം, അതിൽ നിന്നുണ്ടായത് എന്തൊക്കെയാണ് എന്ന് ആണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ഭൂമൻ ചാൽ സർവവ്യാപിയായിട്ട് ഇരിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവൻ, സർവശക്തികളും ഉള്ളതായിട്ടുള്ള അല്ലയോ ഭഗവൻ. മാനസ ബുദ്ധ്യഹങ്കൃതി മിളൽ ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തഃകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവ അസൃജത്. സത്വാംശ, അതിലത്തെ സത്വാംശം, ഈ അഹങ്കാരതത്വത്തിലെ സത്വാംശം തന്നെ, സത്വാംശം തന്നെ അസൃജത് സൃഷ്ടിച്ചു. എങ്ങനെ? തവ ബലാത്, അങ്ങയുടെ ബലം കൊണ്ട്, അങ്ങയുടെ പ്രേരണ കൊണ്ട്. എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ്. അപ്പോൾ അതിങ്ങനെ ഓരോന്നിലായിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട്. അതില്ലെങ്കിൽ അത് അവിടേക്ക് കൂടി എടുക്കണം എന്നുള്ളതാണ്. ഇവിടെ തവ ബലാൽ എന്ന് പറഞ്ഞു. അങ്ങയുടെ ശക്തി കൊണ്ട്, അങ്ങയുടെ പ്രേരണ കൊണ്ട് ഈ സാത്വികമായിട്ടുള്ള അഹങ്കാരം അല്ലെങ്കിൽ അഹങ്കാരതത്വത്തിലെ സാത്വിക അംശം എന്തിനെ സൃഷ്ടിച്ചു? അഹങ്കാരത്തിലെ സാത്വിക അംശം തന്നെയാണ് ഈ ഇന്ദ്രിയങ്ങളുടെയൊക്കെ അധിഷ്ഠാന ദേവതകളെ സൃഷ്ടിച്ചത് എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇനി ആ സാത്വികാംശം തന്നെ ഇവിടെ പറയുന്നു. മാനസ ബുദ്ധി അഹങ്കൃതി മിള ചിത്താഖ്യവൃത്യന്വിതം അന്ധകരണത്തെ സൃഷ്ടിച്ചു. അന്ധകരണം എന്ന് പറഞ്ഞാൽ അന്തരീന്ദ്രിയം ആണ്. അന്ധകരണത്തെ സൃഷ്ടിച്ചു. ഈ അന്ധകരണം എന്ന് പറയുന്നത് അതിന് തന്നെ 4 വൃത്തികളുണ്ട് എന്ന് പറയുകയാണ്. അന്ധകരണത്തിന് 4 വൃത്തികളുണ്ട്. 4 വൃത്തികളായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. ആ അന്ധകരണം, അങ്ങനെ 4 വൃത്തികളോട് കൂടിയതായിട്ടുള്ള അന്ധകരണത്തെ ഈ സാത്വികാംശം സൃഷ്ടിച്ചു. അഹങ്കാരതത്വത്തിൻ്റെ സാത്വികാംശം അന്ധകരണത്തിനെ അസൃജത് സൃഷ്ടിച്ചു. മാനസ ബുദ്ധി അഹങ്കൃതി മിളത് ചിത്താഖ്യവൃത്യന്വിതം. ആ മാനസം വെച്ചാൽ മനസ്സ്, ബുദ്ധി തന്നെ, അഹങ്കൃതി അഹങ്കാരം, ഇതിനോട് ചേർന്നതായിട്ടുള്ള ചിത്തം എന്നുള്ളതായിട്ടുള്ള വൃത്തി, അതായത് ചിത്തവൃത്തി, അഹങ്കാരം, ചിത്തം എന്നുള്ളതായിട്ടുള്ള 4 വൃത്തികൾ ഈ
അന്ധകരണത്തിൻ്റെ 4 ഭാഗങ്ങൾ എന്ന് പറയാം. അതിനെ 4നെയും കൂടിയിട്ടാണ് അന്ധകരണം എന്ന് പറയണത്. അപ്പം ഇങ്ങനെ ഈ 4നോടും ചേർന്നതായിട്ടുള്ള അന്ധകരണത്തെ ആ അഹങ്കാരതത്വം സൃഷ്ടിച്ചു എന്നാണ്. അതാണ് മാനസ ബുദ്ധി അഹങ്കൃതി. മനസ്സ് ബുദ്ധി അഹങ്കാരം അതിനോട് ചേർന്നിട്ടുള്ളതായിട്ടുള്ള മിളത് ചിത്താഖ്യം, ചിത്തം എന്നുള്ളതായിട്ടുള്ള വൃത്തി, ഈ ചിത്തവൃത്തി, ഇങ്ങനെ ഇതിനോടൊക്കെ ചേർന്ന് അന്വിതം, അവയോട് ചേർന്നതായ, അതായത് ഈ 4നോടും ചേർന്നതായ, ഈ 4ഉം ചേർന്നതായ അന്ധകരണം, ആ അന്ധകരണത്തിൽ അന്ധകരണം, ആ അന്ധകരണത്തെയും വിഭോ, അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവൻ, തവബലാത്, അങ്ങയുടെ പ്രേരണ കൊണ്ട് ആ സത്വാംശ ഏവ അസൃജൽ, ആ അഹങ്കൃതിയുടെ, അഹങ്കാരത്തിൻ്റെ, അഹങ്കാര തത്വം എന്നുള്ളതും ഇവിടെ പറയണതായിട്ടുള്ള ഈ അഹങ്കാരവും വേറെയാണ്. അഹങ്കാര തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളതായിട്ടുള്ള അഹങ്കാര തത്വം. ആ അഹങ്കാര തത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഞാൻ എന്നുള്ളതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ, ഒരു സങ്കല്പ, അതിനെയാണ് അഹങ്കാര തത്വം എന്ന് പറയുന്നത്. ഇവിടെ ഈ അഹങ്കാരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു വൃത്തി, അന്ധകരണത്തിൻ്റെ ഒരു വൃത്തിയെയാണ് ഇവിടെ ഈ പറയുന്നതായിട്ടുള്ള ഈ അഹങ്കാരം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന്. അഹം തത്വം എന്നുള്ളതിനും ഇവിടെ പറയണതായിട്ടുള്ള ഈ അഹങ്കാരം എന്നുള്ളതായിട്ടുള്ള ചിത്തവൃത്തിക്കും കൂടിയിട്ട്, അന്ധകരണത്തിനും കൂടിയിട്ട് വ്യത്യാസമുണ്ട്. ഈ 4 ഇതെന്താ, പിന്നെ എന്താ ഭേദം? മാനസം, ബുദ്ധി, അഹങ്കൃതി, ചിത്തം എന്നുള്ള 4 എന്താ ഈ വ്യത്യാസം? എന്താ ഈ പേര് ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചാൽ അതിന് വ്യത്യാസമുണ്ട്. കുറേശ്ശൊക്കെ സങ്കല്പിച്ചിട്ടുണ്ട് വ്യത്യാസം എന്നുള്ളതാണ്. അതായത് മനസ്സിൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ സങ്കല്പിക്കുകയാണ്. ഓരോന്നും ആലോചിച്ച് ഓരോന്നും സങ്കല്പിക്കലാണ് മനസ്സിൻ്റെ വൃത്തി. അപ്പോൾ പിന്നെ ബുദ്ധി എന്ന് പറഞ്ഞാൽ അതാണ് നിശ്ചയിക്കണത്. മനസ്സുകൊണ്ട് ആലോചിച്ചുണ്ടാക്കുന്നതിന് ഒരു നിശ്ചയം കൊടുക്കുന്നുണ്ടല്ലോ, അത് ബുദ്ധിയാണ്. പല വിധത്തിലും ആലോചനകൾ പലതിനെ പറ്റിയിട്ടും ഉണ്ടാവും. അതൊക്കെ മനസ്സിൻ്റെ വൃത്തി. ബുദ്ധി അത് കൊടുക്കാൻ നിശ്ചയിക്കണു, ഇതിങ്ങനെയാണ് എന്നുള്ളതായിട്ടുള്ള ആ നിശ്ചയം എന്നുള്ളതായിട്ടുള്ള ഒരു ബോധം ഉണ്ടാവുന്നത് ബുദ്ധിയുടെ വൃത്തിയാണ്. പിന്നെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അതൊക്കെ ശരീരാഭിമാനം, എൻ്റെ ശരീരമാണ് ഞാൻ എൻ്റെ ഈ ശരീരമാണ് ഇതൊക്കെ ചെയ്യണത് എന്നൊക്കെ ഉള്ളതായിട്ടുള്ളൊരു അഭിമാനം. അതാണ് അഹങ്കൃതി അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത്. പിന്നെ ചിത്തം എന്ന് പറയുന്നത് ആ എന്തായിട്ടുള്ള ചിന്തകളുണ്ടായാലും സങ്കല്പമായാലും വികല്പമായാലും അഹങ്കൃതി ആയാലും അതിനെയൊക്കെ ധരിക്കുക എന്നുള്ള, അവിടെ പിടിച്ചു നിർത്തുക, ബുദ്ധിയിൽ പിടിച്ചു നിർത്തുക, നമ്മുടെ ഉള്ളിൽ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. അതാണ് ധാരണ. തുടർച്ചയായിട്ട് അതിനെ ചിന്തിച്ചും കൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ അതിനാണ് ധാരണ, അതാണ് ചിത്തത്തിൻ്റെ വൃത്തി. അപ്പം ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ 4 വൃത്തികളോട് കൂടിയിട്ടുള്ളതായിട്ടുള്ള ഈ അന്ധകരണത്തെ സൃഷ്ടിച്ചതും, അതായത് ഈ 4നെയും സൃഷ്ടിച്ചതും എന്താണ്? ഈ സാത്വിക അംശമാണ്. അഹങ്കാര തത്വത്തിലെ സാത്വിക അംശമാണ് ഈ 4നെയും സൃഷ്ടിച്ചത്. അപ്പോൾ അവിടെയും ഈ 4 അതിദേവതകളെ പറഞ്ഞു. നമുക്ക് അവിടെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ ചിത്തവൃത്തികളുടെ അധിഷ്ഠാന ദേവതകളെയും പറയണ്ടായി. ഈ വിധു, വിധി, ശ്രീരുദ്ര ശാരീരകാൻ എന്ന് പറഞ്ഞു. വിധു ചന്ദ്രൻ, വിധി ബ്രഹ്മാവ്, ശ്രീരുദ്രൻ ശിവൻ, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ, ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മളെ ശരീരമാണ്. ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിനെ അറിയുന്നവൻ, ആത്മാവിൽ നിന്ന് ഭിന്നമായിട്ട് ഈ ക്ഷേത്രജ്ഞനെ അറിയുന്നതാണ് ക്ഷേത്രജ്ഞൻ. അപ്പോൾ അതായത് ആ ശരീരത്തിൻ്റെ അധിഷ്ഠാനം ആയിട്ടുള്ളതായിട്ടുള്ള ജീവൻ. അപ്പോൾ അതിനെ ഇങ്ങനെ 4നെയും ആണ് ഇതിൻ്റെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം ഇവയുടെ അധിഷ്ഠാന ദേവതകളായിട്ട് പറയണത്. അപ്പം അങ്ങനെ ആ അധിഷ്ഠാന, അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ശ്ലോകത്തിൽ പറയണത് ഈ 4 അതായത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ 4 കൂടിയതായിട്ടുള്ള അന്ധകരണത്തെ, ഈ 4ഉം ചേർന്നതാണ് അന്ധകരണം. ഈ അന്ധകരണത്തിനെ സൃഷ്ടിച്ചു. എവിടുന്നാണ് സൃഷ്ടിച്ചത്? മനസ്സിൽ നിന്ന്, അല്ല, എന്താണ്, സാത്വിക അഹങ്കാരത്തിൽ നിന്ന്. സാത്വിക അഹങ്കാരത്തിൽ നിന്ന് ഈ 4ഉം ചേർന്നതായിട്ടുള്ള അന്ധകരണത്തെ സൃഷ്ടിച്ചു. ഏത് 4മാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം അല്ലെങ്കിൽ അഹങ്കൃതി, പിന്നെ ചിത്തം. ഈ 4ഉം ചേർന്നതായിട്ടുള്ള അന്ധകരണത്തെ സാത്വിക അംശത്തിൽ നിന്ന് അല്ലെങ്കിൽ സാത്വിക അഹങ്കാരത്തിൽ നിന്ന്
സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. ഇനി ജാതസ് തൈജസതഃ, അഹങ്കാരത്തിൽ നിന്ന്, അതായത് രാജസമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് 3 വിധത്തിലാണെന്ന് പറഞ്ഞു. വൈകാരികം, തൈജസം, താമസം എന്ന് 3ആയിട്ടാണ് അഹങ്കാരം മാറിയത്. ആ 3 ത്രിവിധമായിട്ട് മാറി. അപ്പോൾ അതിലെ സാത്വികാംശത്തിൽ നിന്ന് അധിഷ്ഠാന ദേവതകളുണ്ടായി, പിന്നെ ഈ അന്ധകരണവും ഉണ്ടായി. തൈജസാഹങ്കാരത്തിൽ നിന്നുണ്ടായി ജാതഃ ഉണ്ടായി തൈജസതഃ. തൈജസതഃ എന്ന് വെച്ചാൽ തൈജസ അഹങ്കാരത്തിൽ നിന്ന്, ആ തസിൽ എന്നുള്ളതായിട്ടുള്ള പ്രത്യേകം അതിൽ നിന്ന് എന്നുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. അപ്പോൾ തൈജസതഃ, തൈജസത്തിൽ നിന്ന്, അതായത് തൈജസ അഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയഗണാഹ, 10 ഇന്ദ്രിയങ്ങൾ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും. ജ്ഞാനേന്ദ്രിയങ്ങളൊക്കെ അതിൻ്റെ തന്മാത്രാരൂപത്തിലുള്ളതായിട്ടുള്ള പരമാണു രൂപത്തിലുള്ളതായിട്ടുള്ള ഇന്ദ്രിയങ്ങൾ. ദശേന്ദ്രിയഗണ, ആ 10 ഇന്ദ്രിയങ്ങളുടെ ഗണം, കൂട്ടം. 10 ഇന്ദ്രിയങ്ങളുടെ സമൂഹം, ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൂടിയിട്ട് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും. അപ്പം അതിൻ്റെയൊക്കെ അധിഷ്ഠാന ദേവതകളെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആ അധിഷ്ഠാന ദേവതകളൊക്കെ സാത്വിക അഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഇന്ദ്രിയങ്ങൾ തൈജസാലങ്കാരത്തിൽ നിന്നാണ്, അതായത് രാജസം ആയിട്ടുള്ളതായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നാണ്. ഏത് 10 ഇന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ഉണ്ടായത് ഈ അഹങ്കാരത്തിൽ നിന്നാണ്. അതായത് രജോഗുണപ്രധാനമായിട്ടുള്ള തൈജസാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങളുണ്ടായി. തൈജസതഃ, തൈജസമായിട്ടുള്ള, അതായത് രജോഗുണപ്രധാനമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ദശേന്ദ്രിയഗണ, 10 ഇന്ദ്രിയങ്ങളുടെ ഗണം, സമൂഹം ഉണ്ടായി. താമസാത്, ഇനി ആ അഹങ്കാരത്തിൽ നിന്ന്, താമസമായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ തന്നെ താമസാംശത്തിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് പുനഃ, വീണ്ടും, അതായത് അത് കഴിഞ്ഞ് 2 പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിന് എന്നുള്ള അർത്ഥത്തിലാണ് പുനഃ എന്നുള്ളത് അവിടെ. തന്മാത്രം നഭസഃ മരുത്പുരപദേ ശബ്ദോദിനി ത്വൽബലാൽ. മരുത്പുരപദേ അല്ലയോ, മരുത്പുരാധീശ അല്ലയോ ഗുരുവായൂരപ്പ, ആ അഹങ്കാരത്തിൽ നിന്ന് തന്മാത്രം നഭസഃ തന്മാത്രം, നഭസിൻ്റെ, ആകാശത്തിൻ്റെ തന്മാത്രം ഉണ്ടായി, ആകാശ തന്മാത്രം ഉണ്ടായി എന്നാണ് പറയണത്. ആകാശം എന്നുള്ളതായിട്ടുള്ള വലിയൊരു പഞ്ചഭൂതങ്ങളിൽ ഒന്നായിട്ടാണ്. പഞ്ചഭൂതങ്ങളെ പറയേണ്ടത്, പഞ്ചഭൂതങ്ങളിൽ നിന്നാണല്ലോ പ്രപഞ്ചത്തിൻ്റെയൊക്കെ വളർച്ച ഉണ്ടായിട്ടുള്ളത്. പിന്നെ ആ പഞ്ചഭൂതങ്ങൾ ഏതൊക്കെയാണ്? പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങൾ. അപ്പോൾ അതിൽ നിന്നാണ് പ്രപഞ്ചം പിന്നെ വലുതായിട്ടുണ്ടാവണത്. ആദ്യം ഇതിൻ്റെ ദേവതകളെ പറഞ്ഞു. ആ ദേവതകൾ ഒരു വശത്തുണ്ടായി, ഇന്ദ്രിയങ്ങളുണ്ടായി, അന്ധകരണം ഉണ്ടായി. അപ്പോൾ ഇതൊന്നും ഭൂതങ്ങളിൽ നിന്നുണ്ടാവണതല്ല, അഹങ്കാരത്തിൽ നിന്ന് നേരിട്ടുണ്ടാവണതാണ്. ഇനി ഈ അഹങ്കാരത്തിൽ നിന്ന് തന്നെ തന്മാത്രകൾ ഉണ്ടായി. ആദ്യം പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകൾ ഉണ്ടാവുകയാണ്. ആ തന്മാത്രകൾ ഉണ്ടാവണത് ഇതിൽ നിന്ന് ഒന്നിച്ച് തന്മാത്രകൾ ഉണ്ടാവുകയല്ല, അതിനൊരു പ്രത്യേക ക്രമം പറയുന്നുണ്ട്. ആ ക്രമമാണ് ഇനി അടുത്ത ശ്ലോകത്തിലൊക്കെ പറയണത്. നഭസഃ തന്മാത്രം അജനീച്ച ഉണ്ടായി, ജനിച്ചു. നഭസിൻ്റെ തന്മാത്രം, ആകാശത്തിൻ്റെ തന്മാത്രം ജനിച്ചു. ആ ആകാശ തന്മാത്രത്തിനെ തന്നെയാണ് ശബ്ദം എന്ന് പറയണത്. ശബ്ദം എന്ന് പറയണത് ആകാശത്തിൻ്റെ തന്മാത്രയ്ക്കുള്ള പേരുണ്ട്, അല്ലാതെ കണ്ട് ആകാശത്തിൻ്റെ അതിൻ്റെ ശബ്ദത്തിൻ്റെ ഗുണം, ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദം എന്നുള്ളത് വിഷയം. ആ വിഷയം വേറെ ഉണ്ട് ഇനി. അപ്പം അങ്ങനെ അതിന് ശബ്ദം എന്ന് തന്നെയാണ് പറയുക. ആകാശ തന്മാത്രം ആയിട്ടുള്ളതായിട്ടുള്ള ശബ്ദ അജനി, ആകാശത്തിൻ്റെ തന്മാത്രം ആയിട്ടുള്ളതായിട്ടുള്ള ശബ്ദം എന്ന് ശബ്ദം ഉണ്ടായി. തന്മാത്രം നഭസഃ തന്മാത്രം, നഭസിൻ്റെ തന്മാത്രം ഉണ്ടായി, തന്മാത്രമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദ അജനി ത്വൽബലാത്, അങ്ങയുടെ ബലം കൊണ്ട്, അങ്ങയുടെ ശക്തി കൊണ്ട്, അങ്ങയുടെ പ്രേരണ കൊണ്ട് ഈ ആകാശത്തിൻ്റെ തന്മാത്രവും ഈ സാത്വിക അംശത്തിൽ നിന്ന്, അല്ല താമസാംശത്തിൽ നിന്ന്, താമസാഹങ്കാരത്തിൽ നിന്ന്, അഹങ്കാരത്തിൻ്റെ താമസാംശത്തിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രം ഉണ്ടായി. പഞ്ചഭൂതങ്ങളുടെ
തന്മാത്രങ്ങൾ ക്രമത്തിൽ ഉണ്ടാവണതിനെ പറ്റിയിട്ടാണ് പറയണത്. അതിൽ ആകാശ തന്മാത്രം എന്തിൽ നിന്നുണ്ടായി? താമസാഹങ്കാരത്തിൽ നിന്ന്. ആകാശ തന്മാത്രങ്ങളൊക്കെ താമസാഹങ്കാരത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ താമസാഹങ്കാരത്തിൽ നിന്ന് ആദ്യം ആകാശ തന്മാത്രം ഉണ്ടായി. ഇനി ആ ആകാശ തന്മാത്രത്തിൽ നിന്ന് ശബ്ദം, അതിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദം ഉണ്ടായി എന്നിട്ട് അതൊക്കെ അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. ഭൂമൻ മാനസബുദ്ധ്യഹൃതിമിളച്ചിത്താഖ്യവൃത്യന്വിതം തച്ചാന്തക്കരണം വിഭോ തവ ബലാത് സത്വം ച ഏവാസൃജൽ ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണസ്തത്താമസംസത് പുനസ്തന്മാത്രം നഭസോ മരുത്പുരപതേ ശബ്ദോജനിത്വദ്ബലാൽ. ദേവാ ഞാനിതി സാത്വികാംശമുടനെ സൃഷ്ടിച്ചു നിന്നിച്ഛയാൽ. ബുദ്ധിച്ചിത്തമഹന്ത പിന്നെ മനവും ചേർന്ന അന്തരാത്മാവിനെ. ജ്ഞാനം കർമ്മമതിൻ്റെ ഇന്ദ്രിയഗണം പത്തങ്ങഹോ രാജസാൽ. പിന്നെ താമസമാൽ ജനിച്ചു ഗഗനാധാരം വിഭോ ശബ്ദവും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.